ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണിന്ന്. ഹൽവയ്ക്ക് വേണ്ടി ഗോതമ്പ് പൊടിയും ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി. ശർക്കര നല്ല മധുരമുള്ള ശർക്കരയാണ്, അതും 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് പൊടിയും ശർക്കരയും ഒരേ അളവിലാണ് എടുക്കണേ. ഗോതമ്പിന്റെ ഇരട്ടി, അതായത് 2 കപ്പ് വെള്ളം വേണം. വെള്ളത്തിലേക്ക് 1 കപ്പ് ശർക്കര പൊടി ചേർക്കാം, തിളപ്പിച്ചെടുക്കാം. പാവ് കാച്ചണ്ട, നൂൽപ്പാകാവൊന്നും വേണ്ട, എല്ലാം അലിഞ്ഞൊന്ന് തിളച്ചു വരണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ലയിച്ചിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്തിട്ട് ശർക്കര പാനി അരിച്ചെടുത്ത് വെക്കാം. 3/4 കപ്പ് നെയ്യാണ് ഈ ഹൽവയ്ക്ക് വേണ്ടേ. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ട് ചൂടാവുമ്പോൾ കാഷ്യൂ നട്ട്സ് വറുത്തെടുക്കാം. ആൽമണ്ട് നീളത്തിൽ കഷ്ണാക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഉണക്കമുന്തിരി ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാം. കളർ മാറി ഇനി കോരി മാറ്റാം. കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം. ഗോതമ്പ് പൊടി ചേർക്കാം. ലോ ഫ്ലെയിമിൽ റോസ്റ്റ് ആയി വരണം. ഇപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്, കളറും ഇനി മാറി വരും. കളറും മാറി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു 15-20 മിനിറ്റ് സമയം വേണം. ചെറിയ ഫ്ലെയിമിലാണല്ലോ ഉണ്ടാക്കണേ, അതുകൊണ്ട്. ഇനി ശർക്കര പാനി ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. കട്ടകൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞോളും. ഇങ്ങനെ 5 മിനിറ്റ് കുറുക്കിയിട്ട് പാനിയിൽ നിന്ന് വിട്ട് വരണ പോലെ ആയിട്ടുണ്ട്. നട്ട്സ് ചേർത്തെടുക്കാം. ഇനി കുറച്ചും കൂടി നെയ്യ് ഒഴിക്കാം. നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്, എല്ലാം ചേർന്ന് വന്നു. ഇത്തിരി കട്ടിയിലായി. ചൂടോടെ കഴിക്കാം, തിരുനെൽവേലി ഹൽവയൊക്കെ കഴിക്കണ പോലെ. ഇനി മാറ്റാം. അങ്ങനെ ഗോതമ്പ് ഹൽവ റെഡി ആയിട്ടുണ്ട്.